കായംകുളം സബ് ആർടി ഓഫീസിന്റെയും സംയുക്ത ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ ഡ്രൈവിംഗ് പരിശീലകർക്കായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ജോയിന്റ് ആർടിഒ ടി.പി. പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം സബ് ആർടി ഓഫീസിന്റെയും സംയുക്ത ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ കായംകുളം SNDP ഹാളിൽ ഓഫീസിന്റെ പരിധിയിലുള്ള ഡ്രൈവിംഗ് പരിശീലകർക്കുള്ള ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ജോയിന്റ് ആർടിഒ ടി.പി. പ്രദീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു നല്ല ഡ്രൈവറെ എങ്ങനെ സൃഷ്ടിക്കാമെന്ന വിഷയത്തിൽ MVI CB അജിത് കുമാറും റോഡ് സുരക്ഷയെക്കുറിച്ച് AMVI അഭിലാഷ് കെ സദാനന്ദനും ക്ലാസ് നയിച്ചു. അതിലേക്ക് കയറുന്നതിന് മുമ്പ് അത്യാവശ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതിനുശേഷം ഇനി അകത്തേക്ക് കയറി കഴിഞ്ഞ ശേഷം അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ പലരായിട്ട് പല വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും പറഞ്ഞത് ശരിയാണ്. അതിനകത്തൊക്കെ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായി ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനെല്ലാം കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട്. ഇൻ്റർനാഷണലായി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. അത് പാലിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം വരുന്ന ലോകത്തിൽ നിങ്ങൾ അതിന് സജ്ജരായില്ലെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. നിങ്ങൾക്ക് ഈ രംഗത്ത് സുസജ്ജരായി പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം തയ്യാറാവണം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അത്, പക്ഷേ സിസ്റ്റമാറ്റിക്കായി ഒരു അടുക്കായി നമ്മൾ പഠിച്ചു വെക്കണം. അത് തന്നെ പഠിപ്പിക്കുകയും വേണം, എന്നാലേ ആ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. കാര്യം കാണാപ്പാടം പഠിച്ചായാലും ചെയ്യുന്നത് കൃത്യമാണെന്നുണ്ടെങ്കിൽ അയാൾ ഉണ്ടാക്കുന്ന ആ ശീലം അയാളെ എല്ലാ ആപത്തിൽ നിന്നും മാറ്റിക്കൊണ്ടുപോകും. അതുപോലെ നമ്മൾ അറിയാതെ പഠിക്കുന്ന ശീലം തെറ്റാണെങ്കിൽ ആദ്യം 1, 2, 9, 100 തവണ അപകടമുണ്ടായില്ലെങ്കിലും 101ാമത്തെ തവണ ചിലപ്പോൾ അതൊരു അപകടം സൃഷ്ടിക്കും. അങ്ങനെ പ്രൊഫഷണലായി ട്രെയിൻ ചെയ്യുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും അറിഞ്ഞോ അറിയാതെയോ അത്തരം ഒരു അപകടകരമായ ശീലം വേറൊരാളിൽ ഉണ്ടാകാൻ കാരണമാകരുത്. ആർക്കെങ്കിലുമൊക്കെ അങ്ങനെയുള്ള അപകടകരമായ ശീലങ്ങൾ ഉള്ളതായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അതുകൂടെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ആ ഒരു കാൻഡിഡേറ്റിനെ ഒന്നുകൂടെ കൃത്യതയോടുകൂടി അങ്ങനെയൊന്നും പോവാതെ അവരുടെ സേഫ്റ്റി സെൻസ് വളർത്തിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫൻസീവ് ഡ്രൈവിങ്ങിൻ്റെ പ്രാധാന്യം ഓരോ അണുവിലും ഓരോ സെക്കൻഡിലും ഓരോ മൊമെൻറ്റിലും നിങ്ങൾ പോകുമ്പോൾ വരുന്ന ഓരോ റോഡ് അനുഭവങ്ങളും ഓരോ കാഴ്ചകളുമായി കണക്ട് ചെയ്ത് എത്രത്തോളം ഡിഫൻസീവായി ഡ്രൈവ് ചെയ്യാൻ കഴിയണം എന്ന് ഓരോ കാൻഡിഡേറ്റിനെയും ഉത്ബോധിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മൾ ഈ ഡ്രൈവിങ്ങിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ ആദ്യത്തെ ഈ ഔട്ട്സൈഡ് എക്സാമിനേഷൻ, പിന്നെ കോക്പിറ്റ് ഡ്രിൽ. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ജില്ലാ പ്രസിഡന്റ് സുധീർ അച്ഛൽ, യൂണിറ്റ് പ്രസിഡന്റ് വർഗീസ്, AKMDS യൂണിറ്റ് പ്രസിഡന്റ് കാവിൽ നിസാം, ഗോപിനാഥൻ എന്നിവർ നേതൃത്വം നൽകി. നിലവിലെ സാഹചര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ അഭിമുഖീകരിക്കുന്ന വിഷയവും അതുപോലെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു ഡ്രൈവർ പാലിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഗതാഗത സംസ്കാരം, ട്രാഫിക് സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കായംകുളം മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഡ്രൈവിംഗ് പരിശീലകർക്കുള്ള ക്ലാസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഉദ്ദേശിക്കുന്നത് പുതിയ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയെ എങ്ങനെ ശരിയായ രീതിയിൽ പരിശീലനം നൽകാം, ഒരു നല്ല ഡ്രൈവറാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നിവിടെ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കായംകുളം സബ് ആർടി ഓഫീസിൻ്റെ കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലുള്ള മുഴുവൻ പേരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇതൊരു ഏകദിന ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. കാരണം പുതിയ പരിഷ്കാരങ്ങൾ വന്നത് എങ്ങനെ അഭിമുഖീകരിക്കും, അതിൻ്റെ പുതിയ ടെസ്റ്റ് രീതി പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുള്ളൊരു ക്ലാസ്സാണ് കായംകുളം MVI അജിത് കുമാർ സാർ ഇവിടെ എടുക്കുന്നത്. അതിന് കായംകുളത്തെ സംയുക്ത ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലുള്ള മുഴുവൻ പേരും പങ്കെടുത്തുകൊണ്ടാണ് ഈ ക്ലാസ് നയിക്കുന്നത്. CDNet ന്യൂസ് കായംകുളം.